മഞ്ഞൾ എൻ്റെ അര ഞാനൊന്ന് പ്രൂൺ ചെയ്തിട്ട് മതിലുമ്മ കൊണ്ട് വെച്ചതാണ് കേട്ടോ. ഇപ്പം പ്രൂൺ ചെയ്ത കാരണം നിറയെ പൂക്കളുണ്ടായിട്ട് നിൽക്കുകയാണ്. ഞാനൊട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഇതുമ്പോൾ ഇത്രയും പൂക്കൾ ഉണ്ടാവുമെന്ന്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല, വളമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതുമ്മ നമ്മൾ പ്രൂൺ ചെയ്തതിൻ്റെ കാരണം കൊണ്ടാണ് അതിങ്ങനെ പൂവായിട്ട് നിൽക്കുന്നത്. പിന്നെ അത് ഇതുമ്മേയും ബ്രാഞ്ചുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, നിറച്ച് മുട്ടുകളായിട്ട് നിൽക്കുന്നുണ്ട്. ഇതും ഇതുപോലെ പൂവായിട്ട് വരും. ഇതിന് നമ്മ കുറച്ച് NPK ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മഞ്ഞേമ്മ നമ്മ അങ്ങനെ ഒരു വളവും ചെയ്തിട്ടില്ല, മഞ്ഞ വെറുതെ പ്രൂൺ ചെയ്യൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഈ ഇലച്ചെടിയുമേ കണ്ട ഒരു നല്ല ഭംഗിയുള്ള പൂവാണ്, ഒരു ഇതുപോലെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ എപ്പീഷ്യയൊക്കെയും മഴ പെയ്യണ കാരണം പൂക്കളായിട്ട് എപ്പീഷ്യയും നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പിങ്ക് കളറിലുള്ള പൂവായിട്ട് അതിപ്പോൾ മണ്ണിൽ മുട്ടാറായി, അത് നീട്ടം വെച്ച് വന്ന് പടന്ന് മണ്ണിൽ മുട്ടാറായിട്ട് നിൽക്കണത്. പിന്നെ നമ്മുടെ ചെമ്പരത്തി ഉണ്ട്, ചെമ്പരത്തിമേ നിറച്ച് മുട്ടുകളതിനകത്ത് വെട്ടിക്കളയണാറിന് വെട്ടി നിർത്തണം നമ്മൾ എപ്പോഴും, പടർത്തരുത്. പക്ഷേ ഇനി വെട്ടാൻ പറ്റില്ല കേട്ടോ, ഓണത്തിന് നമുക്ക് പൂക്കൾ വേണമല്ലോ. അതാണ് ഇനി നമ്മൾ ഇനി വെട്ടൂല, ഓണമൊക്കെ കഴിഞ്ഞിട്ട് വെട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞല്ലോ ഇതുപോലെ ഓണത്തിൻ്റെ അടുത്ത് ചെമ്പരത്തിക്കൊമ്പ് എടുത്ത് വെട്ടിയിട്ട് നമുക്ക് പിന്നെ പൂക്കളൊന്നും കിട്ടിയില്ല. പിന്നെ ഈ വെന്തിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെന്തിയിൽ നമുക്ക് ഓണത്തിന് മുന്നായിട്ട് പൂവിട്ട് മുട്ടക്കിട്ട് തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട്. ചെറിയൊരു പൂ ഇങ്ങനെ വിരിഞ്ഞ് വന്നുണ്ട് ബന്ധിച്ചെടിയമ്മ. അതെ, ഇത് കണ്ട ചെറിയൊരു മഞ്ഞ ചുവപ്പാണെന്നറിയില്ല, കണ്ട ചെറിയൊരു പൂ വിരിഞ്ഞ് വന്നുണ്ട്. പിന്നെ ഇത് ഞാൻ എപ്പോഴും പറയണ ഒരു മിഠായി പോലെ ഉണ്ടാവണത്. മിഠായി എന്തെന്ന് വെച്ചാൽ ചില കുഞ്ഞു പിള്ളേർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് പൊട്ടിക്കാൻ തോന്നും, മിഠായിയുടെ ഒരു ഇതല്ല അത്. ചെറിയ ഇതായിരിക്കും വേണ്ട അങ്ങനെ തോന്നണത്, വലുതായി കഴിയുമ്പോൾ നമുക്ക് തോന്നൂല. പിന്നെ നമ്മുടെ പുഴയിലെത്തിരിക്കണ മുളകും, പിന്നെ ഈ പനീർ റോസേമ്മ ഇത്രയും നാൾ പൂവുണ്ടായിരുന്നില്ല, ഈ മഴ പിടിച്ചപ്പോൾ പനീർ റോസേമ്മ ഇതും എല്ലാ കൊമ്പുമ്മയും നിറച്ച് പൂക്കളായിട്ട് നിൽക്കേണ്ടത് കണ്ട. എത്ര പൂക്കളാണെന്ന് ഒരു 5-8 പൂക്കളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ, ഇതുമ്പോൾ മഴ പെയ്തപ്പോഴാണ് നിങ്ങൾ പൂവുണ്ടായിരിക്കണത്. പിന്നെ ഈ ചെമ്പരത്തിയമ്മ നമ്മുടെ മിത്രകീടം പുളിയുറുമ്പ് കയറി പോകുന്നുണ്ട് ഇതുമേ കൂടി. പിന്നെ ഇതുമേ നിറച്ച് മുട്ടാണ് ഇതുമ്മ. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ ചെമ്പരത്തിപ്പൂ കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഇലച്ചെടി അന്ന് വെട്ടി ഒതുക്കി നിർത്തിയ ഇലച്ചെടിയാണ് ഇതിപ്പോൾ കെട്ടി നിർത്തിയാക്കിയാണ്. അത് കാരണം ഒരു വലിയ കുഴപ്പമില്ലാണ്ട് ഭംഗിയായിട്ട് ഇതും നിൽക്കുന്നുണ്ട്.